നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബ വലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവാനേ ശിവശങ്കര, ഓം മഹേശ്വര, ഓം ഗണേശ്വര, ഓം പാർവതി ദേവി അമ്മേ ഭഗവതി നമോ നമോ, ഓം സുബ്രഹ്മണ്യ സ്വാമി നമോ നമോ, അയ്യപ്പ സ്വാമി നമോ നമോ, ദുർഗാദേവി ഭദ്രകാളി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ഭാഗ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ധാരാളം യോഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ യോഗങ്ങൾ എല്ലാ നക്ഷത്രക്കാർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഗുണം നൽകുന്നവ തന്നെയാണ്. എല്ലാ നക്ഷത്രക്കാർക്കും, അതായത് ഒരു നക്ഷത്രത്തിന് മാത്രം പുരോഗമനം ഉണ്ടാകുന്നൊരു വർഷമല്ല 2026 എന്ന് പറയുന്നത്. എല്ലാ നക്ഷത്രക്കാർക്കും ഇന്നല്ലെങ്കിൽ അത് നാളെ ഉണ്ടാകും. അതാണ് സർവ്വയോഗങ്ങളും എല്ലാ നക്ഷത്ര ജാതർക്കും അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിൽ സ്വാഭാവികമായി സമ്പത്തും അതുപോലെ തന്നെ ജീവിത സന്തോഷങ്ങളും അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിൽ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന യോഗങ്ങൾ ഈ 12 മാസക്കാലം കൊണ്ടുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത്തരത്തിലൊരു വലിയ യോഗത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യോഗം എത്തിച്ചേരുന്നത്. അതായത് 2026 ഫെബ്രുവരി മാസം 15 വരുന്ന ശിവരാത്രി ഭഗവാൻ ശ്രീ പരമേശ്വരനെ വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഒരു ദിവസം ഉറക്കം ഇളച്ചിരുന്ന്, അല്ലെങ്കിൽ ഒരു ദിവസം ഉറക്കമൊഴിച്ച് ഭഗവാന്റെ നാമങ്ങളും ഉരുവിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക, ഒരു രാത്രിയും ഒരു പകലും. ആ യാത്രയിൽ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണ്. അത്തരത്തിലുള്ള ശിവരാത്രി ദിനത്തിൽ പ്രധാനമായും 5 രാജയോഗങ്ങൾ ചേരുകയാണ്. അതിൽ 3 രാജയോഗങ്ങൾ പൂർണ്ണമായും പ്രകടിതമാവുകയാണ്. ബാക്കിയുള്ള 2 രാജയോഗങ്ങൾ ചില നക്ഷത്രങ്ങൾ ചേരുന്നതോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഇതുവരെ 3 രാജയോഗങ്ങൾ ഫെബ്രുവരി 15 ഉണ്ടാകാവുന്ന നിലവാരത്തിലെത്തി നിൽക്കുകയാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ് ശശമഹായോഗം, ഗജകേസരി യോഗം, ലക്ഷ്മി നാരായണ യോഗം തുടങ്ങി ഈ 3 രാജയോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ കൂടാതെ തന്നെ 2 ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് ഗ്രഹസംയോഗങ്ങൾ കൂടി നടക്കും. 5 രാജയോഗങ്ങളാണ് 2026 ഫെബ്രുവരി 15 ഉണ്ടാകുന്ന ശിവരാത്രിക്ക് വന്നു ചേരുന്നത്. ഭഗവാൻ മഹേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ 5 രാജയോഗങ്ങളും 5 രാശിക്കാരിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൽ ഉറക്കം ഒഴിച്ചിരുന്ന് ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുന്ന, ശിവപഞ്ചാക്ഷരി ജപിക്കുന്ന ഭക്തർക്ക് ഏകദേശ മൂല്യങ്ങൾ മറ്റേത് നക്ഷത്രത്തിൽ പിറന്നാലും ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാലും പ്രധാനമായും ഈ 5 രാശിക്കാർക്കാണ് ഇതിൻ്റെ ഫലങ്ങൾ വന്നു ചേരുന്നത്. ഈ അപൂർവ രാജയോഗങ്ങൾ വന്നു ചേരുന്ന ശിവരാത്രി ദിനത്തിൽ ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ചിരിക്കാം. ഏതൊക്കെ നക്ഷത്ര ജാതർക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ രാശി ജാതർക്കാണ് ഈ ഗുണമുണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലാദ്യത്തെ രാശി മിഥുനക്കൂറാണ്. മകയിരം പകുതി
തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനക്കൂറ്. ഈ ശിവരാത്രി ദിനത്തിൽ മിഥുനക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വലിയ സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു വർഷക്കാലത്തേക്ക്, അതായത് അടുത്ത ശിവരാത്രി ദിനം വരെ സർവ്വ സൗഭാഗ്യങ്ങളുടെ രാജകൊട്ടാരത്തിൽ വാഴും പോലെയാണ് മിഥുന രാശിക്കാർക്ക് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ രാജസ്ഥാനത്തിന് തുല്യമായിരിക്കുന്ന അവസ്ഥയാണ് മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് വരാൻ പോകുന്നത്. സർവ്വഭാഗ്യങ്ങളുടെയും ഉടമകളായി അവർ മാറും എന്നുള്ളത് യാതൊരു മാറ്റവുമില്ലാത്ത യാഥാർത്ഥ്യമാണ്. മുടങ്ങിക്കിടന്ന പല ബിസിനസ്സുകളും വീണ്ടും തുടങ്ങും. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും വീണ്ടും മിഥുനം രാശിക്കാരായി ബന്ധപ്പെട്ടു കിടന്നതാണോ അത് പൂർണ്ണമായി പൂർത്തീകരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങളുടെ വർധനവ് നടക്കുന്ന സമയം കൂടിയിട്ടാണ് ഈ ശിവരാത്രി കാലം മുതൽ അടുത്ത ശിവരാത്രി കാലം വരെ. വന്നു ചേരുന്ന 5 യോഗങ്ങളും ഒരുപോലെ അനുഭവിക്കുവാൻ ഭാഗ്യം വിധിച്ച നക്ഷത്രജാതരാണ് മിഥുനക്കൂറുകാരായിരിക്കുന്ന ഈ നക്ഷത്രജാതർ. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം പകുതി, ചതയം, പൊരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭക്കൂറ്. സ്വന്തം രാശിയിൽ കുംഭക്കൂറുകാർക്ക് ശനി ബലവാനായി നിൽക്കുന്ന അവസ്ഥയാണ്. ആയതുകൊണ്ട് തന്നെ ശുഭയോഗങ്ങളും മറ്റനുഗ്രഹങ്ങളും പൂർണ്ണമായി വന്നു ചേരും എന്ന് മാത്രമല്ല, സഹസ്ര കോടീശ്വര യോഗത്തിനാണ് ഇവർക്ക് ഭാഗ്യമുണ്ടാകുന്നത്. സഹസ്ര കോടീശ്വര തുല്യരായിരിക്കുന്ന ആയിരക്കണക്കിന് ഭാഗ്യങ്ങൾ പല തരത്തിൽ വന്നു ചേരുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർ. സർവ്വ സൗഭാഗ്യങ്ങളുടെയും ഏറ്റവും ഉയരങ്ങളിൽ ഇരിക്കുവാൻ ഭാഗ്യമാണ് കുംഭക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി വരുന്ന ശിവരാത്രി ദിനത്തിൽ ഉണ്ടാകുന്ന 5 മഹായോഗങ്ങളും പൂർണ്ണമായും കുംഭം രാശിക്കാരെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ളതാണ്. ദീർഘകാലത്തെ കഷ്ടപ്പാടുകൾക്കെല്ലാം തന്നെ ഒരു പരിഹാരവും ഒരു അവധിയുമാണ് വരാൻ പോകുന്നൊരു വർഷം. എന്ന് പറഞ്ഞാൽ കുംഭക്കൂറുകാർക്ക് ഇനി ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല എന്ന് മാത്രമല്ല, ഈ ഒരു വർഷക്കാലം കൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത് അനാവശ്യമായി ചിലവാക്കി കളയാതെ ഇരുന്നാൽ ഒരു വർഷക്കാലത്തേക്കെന്ന് മാത്രമല്ല ഒരു ജീവിതകാലത്തേക്ക് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനിടയാകും എന്നുള്ളതാണ്. ഏറ്റവും വലിയ സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവസരമാണ് ഈ 5 യോഗങ്ങളിലൂടെ കുംഭക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. തീർച്ചയായും ദൈവത്തിൻ്റെതായ ഭാഗ്യ വിരലുകളുടെ സ്പർശനമാണ് കുംഭക്കൂറുകാർക്ക് 2026 ഫെബ്രുവരി 15-ാം തീയതി വരുന്ന മഹത് ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. അടുത്തത് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂർ. ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായും തൊഴിൽ രംഗത്തുള്ള ഉയർച്ചയാണ് ഈ ശിവരാത്രി ദിനത്തോടുകൂടി അനുഭവിക്കുവാൻ കഴിയുന്നത്. തൊഴിൽ വേണം എന്നാഗ്രഹിച്ചിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. കോൺട്രാക്റ്റ് തരത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് സ്ഥിരപ്പെട്ട് കിട്ടും. അതുപോലെ തന്നെ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടും. അതേപോലെ തന്നെ ജോലിക്ക് വിദേശത്തെത്തിയിട്ട് ഇതുവരെ ജോലി ഇല്ലാതെ ചിലപ്പോൾ വളരെ വിഷമിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാകും. അവരും ഒരു ജോലിക്കാരനാകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉജ്ജ്വലമാകുന്ന യോഗങ്ങളുടെ അനുഗ്രഹ പൂർത്തീകരണമാണ് ഇവരിൽ നടക്കുവാൻ പോകുന്നത്. മേടക്കൂറുകാർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും. മേടക്കൂറിലെ ഭരണി നക്ഷത്രക്കാർക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് ധനം കയ്യിലേക്ക് വന്നു കയറും. ഒരു പ്രത്യേക മാനസികാവസ്ഥ എന്ന് പറയുന്ന ഒരു തലം, ഭക്തിയുടേതായിരിക്കുന്ന നല്ല ഒരു മാർഗം ഭരണി നക്ഷത്രക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ്. 2026 ഫെബ്രുവരി മാസം 15-ന് വരുന്ന ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് വരുന്ന യോഗങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുഭവയോഗ്യമായി മാറും. ശ്രദ്ധയോടുകൂടി ഭഗവത് സന്നിധിയിലെത്തി ആ പാദസേവ നടത്തിയാൽ വലിയ ഉയരങ്ങളിലേക്കെത്തുന്ന നാളുകാരായി ഭരണി നക്ഷത്രക്കാർ മാറും. എന്ന് പറഞ്ഞാൽ മറ്റ് 2 നക്ഷത്രക്കാർക്കും ആ അനുഭവം വരില്ല എന്നല്ല, അവർക്കും ഉറപ്പായും ഉണ്ടാകും. ഭരണി നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ കൂടുതൽ, അതായത് ഈ നക്ഷത്രക്കൂട്ടത്തിൽ ഭരണി നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രജാതർക്ക് അപ്രതീക്ഷിതമായ ധനലാഭമുണ്ടാകും. വിദേശവാസത്തിനുള്ള യോഗം കാണുന്നുണ്ട്. വലിയ വാഹനങ്ങൾ വാങ്ങുന്നതിനായി യോഗം കാണുന്നുണ്ട്. ബിസിനസ് മേഖലയിലൊക്കെ വമ്പൻ ലാഭത്തിനുള്ള വ്യവസ്ഥിതിയും കാണുന്നുണ്ട്.
തീർച്ചയായിട്ടും മേടക്കൂറുകാരെ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ഭഗവാൻ ശിവനിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും. ഏറ്റവും നല്ല തരത്തിൽ ഈ ഒരു വർഷം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മേടക്കൂറുകാരായ നക്ഷത്ര ജാതർക്ക് കഴിയും, വിശേഷിച്ചും ഭരണി നാളുകാർക്ക്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങക്കൂറാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് 2026 ഫെബ്രുവരി മാസം 15 ശിവരാത്രി വന്നു ചേരുമ്പോൾ ആ ശിവരാത്രിയിൽ ഉണ്ടാകുന്ന യോഗങ്ങൾ വഴി ഇവർക്കുണ്ടാകുന്ന ഭാഗ്യം ഇതാണ്. ദാമ്പത്യപരമായിരിക്കുന്ന എല്ലാ കലഹങ്ങളും പ്രശ്നങ്ങളും ഒഴിവായി അവർക്ക് സന്തോഷകരമായിരിക്കുന്നൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നീങ്ങുവാൻ കഴിയും. അതിലൂടെ സാമ്പത്തികമായ വർധനവ്, മേന്മ, കീർത്തി, വളരെ വളരെ സമ്മാനങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭിക്കുമെന്നുള്ളതാണ്. ധനാഗമത്തിന് എതുവഴിയാണ് മാർഗങ്ങളെന്ന് ചിന്തിക്കേണ്ടിയില്ല ചിങ്ങക്കൂറുകാർക്ക്. അവർക്ക് വിചാരിക്കുന്ന എല്ലാ വ്യവസ്ഥകളിലൂടെയും ധനം എത്തിച്ചേരുന്ന ഒരനുഗ്രഹം ഈ 5 യോഗങ്ങളിലൂടെ വന്നു ചേരുമെന്നുള്ളതാണ്. ഒരു വർഷക്കാലത്തേക്ക് ചിങ്ങക്കൂറുകാർക്ക് വളരെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവൽ സുഖം ലഭിക്കും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പങ്കാളിത്തപരമായി ചെയ്യുന്ന ബിസിനസ് വൻ ലാഭത്തോടുകൂടി ഉയർന്ന് ഉജ്ജ്വലിച്ച് മുകളിലേക്ക് കയറും എന്നുള്ളതാണ്. അതായത് ബിസിനസ് മേഖല നിങ്ങളുടെ കയ്യിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ചിങ്ങക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായിട്ട് വമ്പൻ ലാഭങ്ങളായിരിക്കും ഈ വർഷം അനുഭവദായകമാകുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലീകൃതമാകുന്ന ഒരു വർഷമാണ്. വാഹനം, വീട്, വസ്തുക്കൾ, ആഭരണം തുടങ്ങി ചിന്തയിൽ വരുന്നതെല്ലാം സ്വാഭാവികമായും കൈകളിലെത്തുന്ന വർഷമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശിവരാത്രി ദിനം. ഈ ശിവരാത്രി തൊട്ട് അടുത്ത ശിവരാത്രി വരെയുള്ള ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമാണ്. യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുക, വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, അതും ചിന്തിച്ചിരിക്കാത്ത വിദേശ രാജ്യങ്ങളിലേക്ക്. നമ്മൾ ചിന്തിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനും അപ്പുറത്തേക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്ന രാജ്യത്തേക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയാണ് ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേരുന്നത്. ടെക്നിക്കൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കുവാനും ഉതകുന്ന എല്ലാ വ്യവസ്ഥകളും വിദേശത്ത് ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖല നന്നായിട്ട് ചിങ്ങം രാശിക്കാർക്ക് അനുഗ്രഹിച്ച് നൽകും പോലെയുള്ള വ്യവസ്ഥകളുണ്ടാകും. എന്ന് പറഞ്ഞാൽ ചിങ്ങം രാശിയിൽ ജനിച്ച മിക്ക നക്ഷത്രജാതരായിരിക്കുന്ന യുവതീ യുവാക്കൾക്കും ആഗ്രഹത്തിനനുസരിച്ച് തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്ന ഒരു വർഷമാണ് 2026 ഫെബ്രുവരി മാസം 15 തുടങ്ങി അടുത്ത ശിവരാത്രി വരെയുള്ള ദിനങ്ങൾ. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂർ. ശത്രുദോഷങ്ങൾ പൂർണ്ണമായി മാറി ഐശ്വര്യം വന്നു ചേരുന്ന അനുഗ്രഹമാണ് ധനുക്കൂറുകാരിലെ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. കോടതി കാര്യങ്ങളിൽ വിജയം, വിദേശയാത്ര, കുടുംബ സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഈ ശിവരാത്രി ദിനത്തോട് അനുബന്ധിച്ചുണ്ടാകുന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 5 രാജയോഗ തുല്യമായിരിക്കുന്ന വ്യവസ്ഥകളാണ് വന്നു ചേരുന്നത്. ഈ 5 യോഗങ്ങളുടെയും പരമമായ ഉച്ചസ്ഥായിയിലെത്തുവാൻ ഈ നക്ഷത്ര ജാതർക്ക് കഴിയും. വിദ്യാഭ്യാസപരമായ പുരോഗതി, അതുപോലെ തന്നെ തൊഴിൽ ഇടങ്ങളിലുള്ള പ്രശസ്തി, അതുപോലെ തന്നെ തൊഴിൽ ആഗ്രഹിച്ചിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക, അതുപോലെ പ്രമോഷൻ സാധ്യതകൾ തടഞ്ഞ് വച്ചിരിക്കുന്ന ഈ നക്ഷത്ര ജാതർക്ക് ആ തടസ്സമെല്ലാം മാറി പ്രമോഷൻ ലഭിക്കുക, വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുക, അതുപോലെ തന്നെ മക്കളുടെ വിവാഹാദി കാര്യങ്ങളിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയുക, അതുപോലെ തന്നെ പ്രണയിതാക്കൾക്ക് വീട്ടിലറിഞ്ഞ് വിവാഹം കഴിക്കുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ടാവുക തുടങ്ങി ഒട്ടനവധി ഭാഗ്യദായകമായ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് ഈ ശിവരാത്രി ദിനത്തോട് ചേർന്ന് വരുന്ന യോഗങ്ങളിലൂടെ. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. മകയിരം, തിരുവാതിര, ചതയം, അനിഴം നക്ഷത്രജാതരായിട്ടുള്ള ആളുകൾ ശിവരാത്രി വ്രതം നോക്കുന്നതും ആ കർമ്മഫലം അനുഭവിക്കുന്നതും ഏറ്റവും ഉചിതമാണ് എന്നുള്ളതാണ്. ഈ 4 നക്ഷത്രജാതർക്ക് ഭഗവാൻ ശിവൻ്റേതായിരിക്കുന്ന അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുമെന്നുള്ളതാണ്. വലിയ വലിയ ദോഷങ്ങളെല്ലാം അകന്ന് വലിയ ദുഃഖങ്ങളെല്ലാം മാറി
ഈ 4 നക്ഷത്ര ജാതർ സ്വാഭാവികമായും ഉണർന്ന് ജീവിതത്തിൽ ഏറ്റവും നല്ല സ്ഥിതിയിൽ എത്തിച്ചേരുമെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ശിവരാത്രി വ്രതം നോക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടുന്നത്. ശിവരാത്രി ദിവസം വന്നു ചേരുന്ന 5 രാജയോഗങ്ങൾ ലഭിക്കുന്നതിനായിട്ട് കഴിയുന്ന, അതായത് ഓരോ ഭക്തനെ കൊണ്ടും കഴിയുന്ന വഴിപാടുകൾ മഹേശ്വര ക്ഷേത്രത്തിൽ നടത്തുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാരയും മഹേശ്വരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായ കൂവളത്തുമാല സമർപ്പിക്കലും ഒക്കെ നടത്തേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ ശിവപഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ശിവരാത്രി ദിനത്തിൽ രാവിലെയും വൈകിട്ടും 108 തവണ ജപിക്കുക. 1008 തവണ ജപിക്കുന്നതും 10008 തവണ ജപിക്കുന്നതും ഏറ്റവും അനുകൂലമാക്കി സമയത്തെ മാറ്റിയെടുക്കുവാൻ സഹായിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ശനിദോഷം, രാഹുദോഷം തുടങ്ങിയവ നമ്മളിലേക്ക് വരുന്ന ഈ രാജയോഗങ്ങളെ തടസ്സപ്പെടുത്താനുള്ള കാര്യമുണ്ടാകും. അങ്ങനെ ഇവ തടസ്സപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശനിയോ രാഹുവോ ശിവരാത്രിയിൽ നമുക്ക് വന്നു ചേരുന്ന ഭാഗ്യാനുഭവത്തെ തടസ്സപ്പെടുത്താതിരിക്കുവാൻ ശാസ്താവിന് നീരാജനം കൊളുത്തുന്നതും എള്ള് കിഴി കത്തിച്ച് അദ്ദേഹത്തിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ച കറുത്ത എള്ള് ദാനം ചെയ്യുന്നതൊക്കെ ഈ ഭാഗ്യത്തെ നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകും. ധനയോഗങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുകയോ കനകധാര സ്തോത്രം ജപിക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കുന്നതിനുള്ള പ്രതിവിധിയായി ജ്യോത്സ്യത്തിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദാനം ഒരു വലിയ കാര്യം തന്നെയാണെന്നാണ്. വസ്ത്രം ദാനം ചെയ്യാം, ആഹാരം ദാനം ചെയ്യാം, ധനം ദാനം ചെയ്യാം. തീർച്ചയായും ആ ദാനത്തിലൂടെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെ സമ്പത്ത് വളരാനിടയാകും. അതുപോലെ തന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതിലൂടെ ബുധൻ, ഭാഗ്യദായകനായിരിക്കുന്ന ബുധൻ, ധനകാരകനായിരിക്കുന്ന വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ സംപ്രീതരാവുകയും അനുഗ്രഹം നൽകുകയും ചെയ്ത് നമുക്ക് ധാരാളം ഭാഗ്യവും ധനപ്രാപ്തിയും നൽകി സഹായിക്കും എന്നുള്ളത് മാറ്റിവെക്കാൻ കഴിയാത്ത സത്യമാണ്. അതുപോലെ തന്നെ ശിവരാത്രി ദിനം മുതൽ അടുത്ത ശിവരാത്രി ദിനം വരെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക. വടക്ക് കിഴക്ക് ഈശാന കോൺ എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും വീട് അപ്പോൾ പ്രകാശമാനമായി മാറും. ഈ 5 രാശിക്കാർക്കും അതുപോലെ തന്നെ ഭഗവാൻ പരമേശ്വരനെ ആരാധിക്കുന്നവർക്കും ഈ ശിവരാത്രി ദിനത്തിലുണ്ടാകുന്ന 5 യോഗങ്ങൾ വഴി ഏറ്റവും ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.